പ്രിയ കൂട്ടുകാരെ, ജിന്ദഗി ക സഫർ എന്ന ഈ പാഠഭാഗത്തിൽ നമുക്ക് ഹൈക്കു വിഭാഗത്തിലെ കുറച്ച് കവിതകളാണ് പഠിക്കാനുള്ളത്. എന്താണ് ഹൈക്കു എന്ന് പറഞ്ഞാൽ? ഹൈക്കു എന്ന് പറഞ്ഞാൽ തീൻ പങ്ക്തിയോ മേ ലിഖി ജാത്തി ഏക് ചോട്ടി കവിത. 3 വരികളാൽ എഴുതപ്പെടുന്ന ഒരു ചെറിയ കവിതയാണ് ഹൈക്കു എന്ന് പറയുന്നത്. ഈ ഹൈക്കു വിഭാഗത്തിൽ തീൻ പങ്ക്തിയോ മേ പെഹലി പങ്ക്തി, 3 വരികളിൽ ആദ്യത്തെ വരികളിൽ 5 അക്ഷരവും, രണ്ടാമത്തെ വരികളിൽ 7 അക്ഷരവും, മൂന്നാമത്തെ വരികളിൽ 5 അക്ഷരവുമാണ് ഉണ്ടാവുക. ഇങ്ങനെ 3 വരികളും കൂടി കൂട്ടിയാൽ 17 അക്ഷരമുള്ള ഒരു ചെറിയ കവിതാ വിഭാഗത്തെയാണ് നമ്മൾ ഹൈക്കു എന്ന് വിളിക്കുന്നത്. ഹൈക്കു എന്ന് പറഞ്ഞാൽ കം ശബ്ദോമേ അധിക അഭിവ്യക്തി വാലി കവിത, കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു കവിതാ വിഭാഗമാണ് ഹൈക്കു എന്ന് പറയുന്ന കവിതാ വിഭാഗം. നമുക്ക് ആദ്യം സുരംഗമ യാദവിന്റെ ഒരു ചെറിയ കവിതയാണ് പഠിക്കാനുള്ളത്. സുരംഗമ യാദവിന്റെ വരികളൊന്ന് വായിച്ചാലോ? സൂഖ യാ ബാണ്ട് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. സൂഖ യാ ബാണ്ട് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. എന്താണ് വരികളുടെ നേരിട്ടുള്ള അർത്ഥത്തിലേക്ക് കടന്നുപോയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? സൂഖ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സൂഖ വരൾച്ചയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ബാണ്ട് എന്ന വാക്ക് പ്രളയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. സൂഖ യാ ബാണ്ട് ഇവിടെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആം ജനതാ കി സ്ഥിതി, സാധാരണ ജനങ്ങളുടെ അവസ്ഥയാണ് സൂഖ യാ ബാണ്ട് എന്ന വരികൾ സൂചിപ്പിക്കുന്നത്. സാഹബ് കെ ആംഗ്, ആരാണ് സാഹബ്? സാഹബ് അമീർ ലോഗോं का സൂചന ദേത്താ ഹെ. സാഹബ് എന്ന് പറയുന്നത് പണക്കാരായ വ്യക്തികളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അമീർ ലോഗ് യാനി ധനികരായ വ്യക്തികൾ. സദാ ഫുഹാർ, ഫുഹാർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഫുഹാർ എന്ന് പറഞ്ഞാൽ ചോട്ടി ബൂന്തേൻ, ചെറിയ വെള്ളത്തുള്ളികളെയാണ് സൂചിപ്പിക്കുന്നത്. സാഹബ് എന്ന് പറഞ്ഞാൽ അമീർ ലോഗാണ്. ഫുഹാർ എന്നത് എന്തിനെയാണ്? ചോട്ടി ബൂന്തേ, ചെറിയ വെള്ളത്തുള്ളികളെയാണ് സൂചിപ്പിക്കുന്നത്. സദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥം. സൂഖ യാ ബാണ്ട് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. വരൾച്ചയാണെങ്കിലും പ്രളയമാണെങ്കിലും അത് സാഹബ് കെ ആംഗൻ, അമീർ ലോഗോं के आंगन में സദാ ഫുഹാർ, എപ്പോൾ ഏതുപോലെ തന്നെയാണ്? ചോട്ടി ബൂന്തേം, ചെറിയ വെള്ളത്തുള്ളികൾ പോലെ തന്നെയാണ് കാണപ്പെടുന്നത്. ഇവിടെ സാഹബ് കി ആംഗൻ എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സാഹബ് കി ആംഗൻ യാനി ഉച്ചവർഗ്, ഉയർന്ന വിഭാഗക്കാരായ, യാനി സാഹബ് യാനി അമീർ ലോഗോं का जीवन के बारे में बताया गया है. പണക്കാരായ വ്യക്തികളുടെ ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വരൾച്ചയാണെങ്കിലും അല്ലെങ്കിൽ പ്രളയമാണെങ്കിലും അത് ആരെ ബാധിക്കുന്നില്ല? ഉച്ചവർഗ് പർ കോയി അസർ നഹി പടുത്ത. ഉയർന്ന വിഭാഗക്കാരായ അമീർ യാ ധനിക വ്യക്തിയോ പർ കോയി അസർ നഹി പടുത്ത. ഉൻകി സുഖ സുവിധായെ, അവരുടെ സൗകര്യങ്ങളായിക്കൊള്ളട്ടെ, സമ്പന്നത ആയിക്കൊള്ളട്ടെ, ആരാം, ഇതെല്ലാം അവർക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു. ഇപ്പൊ നോക്കൂ, നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കൊറോണ നമ്മുടെ കേരളത്തെ നന്നായിട്ട് ബാധിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സാധാരണക്കാരെയാണ് ആ ഒരു അവസ്ഥ എന്ത് ചെയ്തത്? ബാധിച്ചിട്ടുള്ളത്. ഇപ്പൊ സാധാരണക്കാരായ ജോലിക്ക് പോകുന്ന വ്യക്തികളുണ്ടാവും, കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തികളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിൽ ദാരിദ്ര്യം എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ഉയർന്ന വിഭാഗക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു, പണക്കാരായ വ്യക്തികൾ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് എന്നല്ലാതെ ഇത്തരത്തിൽ സമ്പന്നത അവരെ യാതൊരു തരത്തിലും എന്ത് ചെയ്തില്ല, കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരുടെ സമ്പന്നത അതേപോലെ നിലനിന്നിരുന്നു. എന്നാൽ സാധാരണക്കാരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസങ്ങൾ നേരിടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ സാഹബ് യാനി ഉയർന്ന വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അവസ്ഥകൾ യാതൊരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. ഇവിടെ കവി ഒരു സാമൂഹ്യ വ്യവസ്ഥ കൂടി നമുക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്താണ് ആ സാമൂഹ്യ വ്യവസ്ഥ? സുഖ സൗകര്യങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കേവലം കുറച്ച് ആളുകൾക്ക് മേൽ മാത്രം ചുരുക്കപ്പെടുകയും മറ്റുള്ളവർക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സാമൂഹിക വ്യവസ്ഥയാണ് നമുക്ക് മുന്നിലേക്ക് കവി എന്ത് ചെയ്തിരുന്നു? ചിത്രീകരിച്ച് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും എല്ലാം കേവലം ഒരു കുറച്ച് ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യുന്നു? ചുരുക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, അത് ലഭിക്കുന്നില്ല എന്നത് കൂടി നമുക്ക് ഈ കവിതയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അടുത്ത വരികൾ എഴുതിയിരിക്കുന്നത് ഗോപാൽ ബാബു ശർമ്മ എന്ന് പറയുന്ന കവിയാണ്. അദ്ദേഹത്തിന്റെ ഹൈക്യു നമുക്ക് നോക്കാലോ. ഹൈക്യു എന്താണ് പറയുന്നത്? പിതാനെ ഡൂണ്ടി ലാഠിയാം ബുഢാപ്പേ കി ദിക്തി നഹി ഹെ. പിതാനെ ഡൂണ്ടി ലാഠിയാം ബുഢാപ്പേ കി ജോ ദിക്തി നഹി ഹെ. പിതാ ആരാണ്? പിതാവ് അല്ലെങ്കിൽ അച്ഛൻ അല്ലെ? പിതാനെ ഡൂണ്ടി, എന്താ ഡൂണ്ടന? ഡൂണ്ടന തിരയുക അല്ലെങ്കിൽ അന്വേഷിക്കുക. എന്താണ് തിരഞ്ഞത്? ലാഠിയാം ബുഢാപ്പേക്ക്,
ലാട്ടിയാം എന്ന് പറഞ്ഞാൽ ഊന്നുവടികളാണ്. ഏതിന്റെയാണ്? ബുഢാപ്പേക്ക് ആശ്രയ്, വാർദ്ധക്യത്തിന്റെ ആശ്രയമായി മാറുന്ന ലാട്ടിയാം ഡൂണ്ടി അന്വേഷിച്ചെങ്കിലും ദിക്തി നഹി, അത് കാണാൻ കഴിഞ്ഞില്ല. പിതാനെ ക്യാ ഡൂണ്ടി, പിതാവ് എന്താണ് അന്വേഷിച്ചത്? ലാട്ടിയാം ബുഢാപ്പേക്ക്, വാർദ്ധക്യത്തിന്റെ ഊന്നുവടികളെയാണ് തിരഞ്ഞത്. എങ്കിലോ ഓ ദിക്തി നഹി, അത് കണ്ടെത്താൻ കഴിഞ്ഞോ? അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൃദ്ധാവസ്ഥ ജോ ആശ്രയ ഡൂണ്ട്നെ പർ മിൽത്താ ഹെ ക്യാ, വൃദ്ധാവസ്ഥയിൽ അവർക്ക് കണ്ടെത്താവുന്ന ആശ്രയമാണ് ജോ ലാട്ടിയാം ജോ ഉസെ മിൽത്താ നഹി ഹെ, അത് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. കൂട്ടുകാരെ, ഈ വരികളിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? बुजुर्गों को अपने जीवन की अंतिम पड़ाव में जो सहारा, सम्मान, सहानुभूति और देखभाल मिलनी चाहिए, जो उसे मिलता नहीं है. ബുസുർഗോं को यानी വൃദ്ധരായ വ്യക്തികൾക്ക് जो जीवन के अंतिम पड़ाव में, ജീവിതത്തിന്റെ അവസാന നാളുകളിൽ जो സഹാര, ഏതൊരു ആശ്രയമാണോ, സമ്മാൻ റെസ്പെക്റ്റ് ആണോ, യാ സഹാനുഭൂതി അല്ലെങ്കിൽ അവരോട് കരുണയാണോ, जो मिलनी चाहिए, അത് അവർക്ക് ലഭിക്കേണ്ടതാണ്. ഓർ ദേഖ്ബാൽ, അവർക്കൊരു പരിഗണന അല്ലെങ്കിൽ അവരെ പരിപാലിക്കേണ്ട അവസ്ഥ, ഇതൊക്കെ അവർക്ക് ലഭിക്കേണ്ടതാണ്. ലേക്കിൻ ജോ മിൽത്താ നഹി ഹെ, എന്നാൽ അത് എന്ത് ചെയ്യുന്നില്ല, അത് ലഭിക്കുന്നില്ല. ഇൻ പങ്ക്തിയോ മേ ഇസ് ബാത് കോ ഉജാഗർ കർത്തി ഹെ, ഈ വരികളിലൂടെ എന്താണ് കവി വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്? ആധുനിക് സമാജ് കി ജോ അവസ്ഥാമേ, ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയിൽ ബുസുർഗ് ലോഗോं की സ്ഥിതി, നമ്മുടെ വൃദ്ധരായ വ്യക്തികളുടെ അവസ്ഥ വളരെ ദയനീയമായി മാറുകയാണ്. ഉൻകോ ജോ വൃദ്ധാവസ്ഥ മേ ജോ സഹാര മിൽനാ ചാഹിയെ, വൃദ്ധാവസ്ഥയിൽ അവർക്ക് ലഭിക്കേണ്ട ആശ്രയങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ലഭിക്കുന്നില്ല എന്ന് കൂടി നമുക്ക് ഈ വരികളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. മൂന്നാമത്തെ ഹൈക്യു എഴുതിയിരിക്കുന്നത് ആരാണ്? മൂന്നാമത്തെ ഹൈക്യു എഴുതിയിരിക്കുന്നത് കമല നികൃപ്പ എന്ന കവയത്രിയാണ്. അവരുടെ വരികൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. ഡൂണ്ട്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്, ഡൂണ്ട്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. എന്താണ് ഡൂണ്ട്തി രഹി എന്ന വാക്കിന്റെ അർത്ഥം? ഡൂണ്ട്ന, തലാഷ്ന, യാനി അന്വേഷിക്കുക. എന്താണ് അന്വേഷിക്കുന്നത്? ബർഫീലി നഗരി മേ, അത് എവിടെയാണ് അന്വേഷിക്കുന്നത്? ബർഫീലി, മഞ്ഞ് പിടിച്ച നഗരിമേ, പ്രദേശത്താണ് അന്വേഷിക്കുന്നത്. നേഹ് കി ആഞ്ച്, നേഹ് എന്ന് പറഞ്ഞാൽ പ്യാർ, സ്നേഹം. ആഞ്ച് എന്ന് പറഞ്ഞാൽ ഗർമി. അപ്പൊ നേഹ് കി അഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നേഹ് കി ആഞ്ച് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ചൂട് അന്വേഷിക്കുന്നു. ഡൂണ്ട്തി രഹി ബർഫീലി നഗരിമേ, തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് എന്താണ് അന്വേഷിക്കുന്നത്? നേഹ് കി ആഞ്ച്, സ്നേഹത്തിന്റെ ചൂടാണ് അന്വേഷിക്കുന്നത്. ജോസെ മിൽത്താ നഹി ഹെ. ഇവിടെ കവി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യഹാ കവയത്രി एक संवेदनाहीन समाज या रिश्तों में आई ठंडक की ओर इशारा करती है. ഇന്നത്തെ സമൂഹത്തിൽ സമാജ് മേ റിശ്തോ മേ ആയി ഹുയി ठंडक, ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ആ തണുപ്പ്, ആ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന കുറവ് ആണ് നമുക്ക് മുന്നിലേക്ക് കാണിച്ച് തരുന്നത്. നോക്കൂ, ലോഗ് ഏക് ദൂസരെ സെ ഭാവാത്മക രൂപ സെ ദൂർ ഹോ ഗയി ഹെ. ജനങ്ങൾ പരസ്പരം എന്ത് ചെയ്തിരിക്കുന്നു? അവരുടെ ഹൃദയത്തിന്റെ ഒരു അടുപ്പം അത് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഇല്ലാതായിരിക്കുന്നു. അപ്നാപ്പൻ, പ്രേം, മാനവീയ സംവേദനായം ഖത്തം ഹോ ഗയി ഹെ. അപ്നാപ്പൻ, ആ ഒരു ആത്മബന്ധം, സ്നേഹം, മാനവീയ സംവേദന, മാനവീയമായ മനുഷ്യത്വമാകുന്ന ആ ഒരു ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. യഹാ കവയത്രി ഉസ് ടണ്ടി മാനവീ ഭാവനാശൂൻ ദുനിയാ കി ഓർ ഹമേ ലേ ജാത്താ ഹെ. ഇവിടെ കവി എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ ഭാവനാശൂന്യമായ ഈ ലോകത്തിലേക്ക്, ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡൂണ്ട്തി രഹി, ഇവിടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. തണുത്തുറഞ്ഞ ഒരു നഗരമാണ്, തണുത്തുറഞ്ഞ ഒരു പ്രദേശത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹത്തിന്റെ ചൂടാണ്. പരസ്പരം ഉണ്ടാവുന്ന ബന്ധങ്ങളുടെയും അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ആ ദൃഢതയും ഇന്ന് ഈ ലോകം പറയാൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. ഓരോരുത്തരും അവരവരുടെ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഇന്ന് ചിന്തിക്കുന്നത്. കിസിക്കോ കിസി ദൂസരെ സെ കോയി ലേൻദേ നെയ് ഹെ. ഒരാൾക്കും മറ്റൊരാളുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വ്യക്തികളും അവർ തന്നിലേക്ക് തന്നെ ചുരുക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ സ്നേഹം അന്വേഷിക്കുന്നത്, തണുത്തുറഞ്ഞ നഗരത്തിൽ സ്നേഹത്തിന്റെ ചൂട് അന്വേഷിക്കുന്നത് പോലെ എന്നാണ് കവി നമ്മളോട് പറയുന്നത്. എല്ലാവർക്കും ജിന്ദഗി കാ സഫർ എന്ന് പറയുന്ന ഈ ഹൈക്യൂവിലെ
വരികളൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. കവിതാഭാഗം നന്നായിട്ട് മനസ്സിലാക്കി ഒന്നുകൂടി 2-3 തവണ ആവർത്തിച്ച് വായിച്ചു നോക്കുക. സൈഡിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാനും ശ്രമിക്കുക.